ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷുവിനെടുത്തൊരു വീഡിയോ ആയിട്ടാണ്. വിഷുവിനെടുത്ത വീഡിയോ ആയിട്ട് ഇപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ വേറെ കാരണങ്ങളൊന്നുമില്ല. എൻ്റെ മടി തന്നെയാണ്. എന്നും വിചാരിക്കും ദിവസം വീഡിയോ ഒക്കെ ഇടണമെന്ന്. പക്ഷെ ഒരിക്കലും നടക്കൂല. കാരണം എൻ്റെ മടി തന്നെയാണ്. പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് പോയി വിഷുക്കണിയൊക്കെ കണ്ടു. വിഷുക്കണിയൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും പോലെ തന്നെ വിഷുക്കണി കണ്ടതിന് ശേഷം പിന്നെ മറികടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതെന്റെ ചേച്ചി വിഷുവിന് മേടിച്ചെന്ന സാരിയാണ്. നല്ല രസമാണ് കാണാനും. പിന്നെ അപ്പയൊക്കെ ഒരുങ്ങി. പിന്നെ അതിനുശേഷം അവളും ഒരുങ്ങി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ അവള് ബൈക്കിലാണ് പോകുന്നത്. അപ്പൊ സാരി എടുത്തിട്ട് 3 പേരും കൂടെ ബൈക്കിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആ നേരം കൂടെ ഫോണിൽ നോക്കി കുറെ കോപ്രായൊക്കെ കാണിച്ചു. പിന്നെ അതിനുശേഷം അമ്പലത്തിൽ വന്ന് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് അമ്പലത്തിലോട്ട് പോവാണ്. ഈ അമ്പലത്തിൽ വിഷു ആയി കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. നല്ല ആൾക്കാരുണ്ട്. നിറയെ ക്യൂ ഉണ്ട്. കറങ്ങി കറങ്ങി കുറെ കറങ്ങണം. പിന്നെ ആൾക്കാർ എളുപ്പത്തിനായിട്ട് പോകുന്ന വഴി തന്നെ അമ്പലത്തിലേക്ക് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ സൈഡിൽ തന്നെ വിൽക്കുന്നുണ്ട്. പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട ആദ്യം ഈ വിഷുക്കണിയാണ്. നല്ല രസമായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്പലം നല്ല പൂവൊക്കെ ഇട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്ത് ഫോൺ കൊണ്ടുപോയി കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അകത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അമ്പലത്തിൽ നിന്ന് ത്രിമധുരമൊക്കെ കിട്ടി. അതൊക്കെ കണ്ട് പുറത്തിലെ നടല വന്ന് തൊഴുതപ്പോൾ ദാ നിൽക്കുന്നു നമ്മുടെ ആന. അതിനെയും കണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോയും അതും ഇതൊക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നാളെ അതായത് ഈ വീഡിയോ എടുക്കുന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാണ്. അപ്പൊ അതുകൊണ്ട് പുറത്തൊക്കെ ഒന്ന് കറങ്ങാന്നും പറഞ്ഞിരുന്നയാ. പറഞ്ഞ സമയം ഒരുപാടായി, രാത്രിയായി. അങ്ങനെ ബീച്ചിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ അവിടെ ലൈറ്റ് കത്തുന്ന ഒരു പാലമുണ്ട് അഴിക്കല്. അതൊക്കെ ഒന്ന് കണ്ടു. അതൊക്കെ പോയി കണ്ട് അവിടെയും കുറച്ചു നേരമൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.